ശബരിമലയിൽ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ചോദിച്ചു. ഇതിൽ പരം ഉഗ്രൻ ചോദ്യം വേറെയില്ല. ഇതിന് ഉത്തരം ഉണ്ട് എന്നതാണ്. അതാകട്ടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും. അതറിഞ്ഞു കഴിഞ്ഞാൽ ശബരിമല യുവതീ പ്രവേശന വിഷയം തീർപ്പാക്കാൻ സുപ്രീം കോടതിക്ക് 2-3 മിനിറ്റ് ധാരാളം. പ്രതീകാത്മകമായി ശബരിമലയിൽ ഉള്ളത് എന്താണോ അത് പ്രയോഗത്തിൽ വരുത്തേണ്ടതിന്റെ രീതിശാസ്ത്രമാണ് അശോക ചക്രത്തിന്റെ അടിയിൽ ദേവനാഗരി ലിപിയിൽ എഴുതിയിട്ടുള്ള ദേശീയ മുദ്രാവാക്യം സത്യമേവ ജയതേ. ഇതിലെ സത്യമാണ് ശബരിമലയിലെ തത്വമസി. ഒരു ദിവസം പലകുറി നാം മലയാളം ചാനലുകളിൽ കേരള ഹൈക്കോടതിയുടെ ദൃശ്യങ്ങൾ കാണാറുണ്ട്. ആ ദൃശ്യത്തിന്റെ മുകളിൽ ശ്രദ്ധിച്ചാൽ കാണാം സത്യമേവ ജയതേ. ഇതാകട്ടെ മുണ്ടകോ ഉപനിഷത്തിലെ വാക്യമാണ്. ശബരിമലയിലെ തത്വമസി ഛാന്തോക്യ ഉപനിഷത്തിലേതും. സത്യത്തിന് ലിംഗമില്ല. ലിംഗമെന്നാൽ അടയാളമെന്നേ ഉള്ളൂ. ആ അടയാളമില്ലാത്തതിൻ്റെ സാന്നിധ്യത്തെ പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്ന ഇടമാണ് സന്നിധാനം. അതിനാൽ ശബരിമല ക്ഷേത്രം എന്ന പ്രയോഗം പോലും അനുചിതവും അശാസ്ത്രീയവും. സന്നിധാനത്തിൽ നാം കാണുന്നത് ക്ഷേത്രത്തെ തന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ള വിഗ്രഹഭഞ്ജനമാണ്. ഇതാണ് പൗരസ്ത്യ രീതിയിലുള്ള വിഗ്രഹഭഞ്ജനം, അല്ലാതെ കമ്പിപ്പാരയെടുത്ത് വിഗ്രഹങ്ങളെ തല്ലി തകർക്കുന്നതല്ല.